സർക്കാർ ചിട്ടപ്പെടുത്തിയ ഒന്നാണ് കേരളീയം. നമ്മുടെ മൺമറഞ്ഞു പോയ സംസ്കാരത്തെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നമ്മുടെ പൂർവ്വസൂനുക്കൾ ചിട്ടപ്പെടുത്തിയ നാടൻ കലകളും അതുപോലെ തന്നെ എല്ലാ കലാരൂപങ്ങളും എന്താണെന്ന് ഈ വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിലൂടെ നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ രൂപപ്പെടുത്തിയ ഈ കേരളീയം പരിപാടിയിൽ കേരള ഭാരത് ഭവന്റെ തോന്നയ്ക്കൽ കുമരനാശാന്റെ സംഘത്തിലുള്ള അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ തോൽപ്പാവക്കൂത്തിന്റെ പ്രൗഢഗംഭീരമായ ഒരു എക്സിബിഷനും അതുപോലെ തന്നെ അവതരണവുമാണ് ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് മുതൽക്ക് പകൽ സമയങ്ങളിലെല്ലാം തന്നെ എന്താണ് പാവകളി എന്ന് ആ ചെറിയ കുട്ടികൾ മുതൽക്കൊണ്ട് അവർക്ക് വിജ്ഞാനത്തിൻ്റെ ജ്ഞാനം കൊടുക്കുവാനായി ഞങ്ങളിവിടെ പാവകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ പല പാവകളിലും തോൽപ്പാവകൾ, അതുപോലെ തന്നെ നൂൽപ്പാവകൾ, കയ്യുറപ്പാവകൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പാവകളെല്ലാം ഞങ്ങളുടെ ശേഖരണത്തിലുള്ള ആ പാവകളെല്ലാം തന്നെ ഞങ്ങളിവിടെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളേവരെയും പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ എന്താണ് പാവകളി എന്ന് മനസ്സിലാക്കി തരുവാനും കൂടിയുള്ള ഒരു വേദികൾ കൂടിയാണ് കേരള സർക്കാർ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടുതലായി ഈ പാവകളിയെക്കുറിച്ചും അതിൻ്റെ ആധുനികതയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും എല്ലാം പറയുവാൻ എൻ്റെ പുത്രനായിട്ടുള്ള രാജീവ് പുലവരെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ മൂത്ത പുത്രനാണ് രാജീവ് പുലവർ. അദ്ദേഹം ഉസ്താദ് ബിസ്മില്ല ഖാൻ അവാർഡ് ജേതാവ് കൂടിയാണ്. കേന്ദ്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൈക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ, ഇന്ന്, നാളെയുടെ പ്രതീക്ഷയായി സംസ്ഥാന സർക്കാർ ഒരുക്കിയെടുക്കുന്ന കേരളീയം എന്ന ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഈ വേദിയിൽ ഇപ്പോൾ മനുഷ്യൻ എന്ന് നേള് കണ്ടുപിടിച്ചോ അത്രയും വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ആദിമ ദൃശ്യകലാരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദൃശ്യകലാരൂപമായ തോൽപ്പാവക്കൂത്താണ് ഈ വേദിയിൽ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. മലബാറിലെ വള്ളുവനാടൻ ദേവീക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ 85ഓളം ദേവീക്ഷേത്രങ്ങളിൽ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി നടത്തി വരുന്ന ഒരു ദൃശ്യ കലാരൂപമാണ് നിഴൽപ്പാവം. ലോകത്തിലെ തന്നെ ആദിമ കലാരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നിഴലാട്ടം. നാം ചലിക്കുമ്പോൾ നമ്മോടൊപ്പം ചലിക്കുന്ന നിഴലുകൾ പിന്നീട് നൃത്തമായും നാടകമായും ആധുനിക രീതിയിലുള്ള പുത്തൻ ആവിഷ്കാര രീതിയിലെല്ലാം ആവുമ്പോഴാണ് ഈ തോൽപ്പാവക്കൂത്ത് അഥവാ നിഴൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപം ലോകത്തിലെ ആദിമ കലാരൂപം എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഉത്സവകാലങ്ങളിൽ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി കൊണ്ടാണ് തോൽപ്പാവക്കൂത്ത് വള്ളുവനാടൻ ദേവീക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നത്. അതിന് പ്രധാനമായൊരു മിത്തുണ്ട്. ലോകത്തിലെ എല്ലായിടങ്ങളിലും പാവകളി എന്ന് പറയുന്ന കലാരൂപമുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും മറ്റിതര രാജ്യങ്ങളിലായാലും തന്നെ പാവകളി എന്ന് പറയുന്ന കലാരൂപം അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ആഴത്തിൽ ചെന്നിരിക്കുന്ന ഒരു കലാരൂപമാണ്. പ്രാദേശിക തലത്തിൽ മുതൽ ഇന്ന് ആധുനിക രീതിയിലുള്ള പാവകളിക്ക് വേണ്ടിയുള്ള സിനിമ തിയേറ്റർ വരെ ലോകത്ത് ഇന്ന് വളരെയധികം സാന്നിധ്യം നേടിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്താണ് തോൽപ്പാവക്കൂത്തിന്റെ പ്രസിദ്ധി ഇന്ന് ലോകമെമ്പാടും ഉണർന്നിരിക്കുന്നത്. ഇവിടെ വൈവിധ്യങ്ങളായ പാവകളിയുടെ പ്രദർശനം ഇവിടെ ഞങ്ങൾ പകൽ സമയം മൊത്തം നിങ്ങൾക്ക് വേണ്ടി ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു. നൂൽപ്പാവകളി, കയ്യുറപ്പാവകളി, കോൽപ്പാവകളി, ആധുനിക രീതിയിലുള്ള കണ്ടംപററി പപ്പറ്റ് സമകാലിക വിഷയങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള പാവകൾ,
വാട്ടർ പപ്പറ്റ്, ജലപ്പാവകൾ, സോക്സ് പപ്പറ്റ്, ഫിംഗർ പപ്പറ്റ് എന്നീ പാവകൾക്ക് പുറമെ ഇന്ന് ഈ നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതായ പൊതുവെ ഇത്തരം പാവകളെല്ലാം പറയുന്നത് പപ്പറ്റ് ഷോ എന്നാണ് പറയപ്പെടുന്നത്. ഈ പാവകളിലെല്ലാം വളരെയധികം പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം നിറഞ്ഞതാണെങ്കിലും ഇന്ന് കൊച്ചു ടി വിയിലെല്ലാം കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നൂതനമായ രീതിയിലുള്ള മപ്പറ്റ് പോലും, മൗത്ത് ആക്ടിംഗ് ക്യാരക്ടർ, അത്തരത്തിലുള്ള പാവകൾ പോലും ഈ വേദിയിൽ ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ലൈവ് ഡെമോൺസ്ട്രേഷൻ എല്ലാം പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കുകയും നിങ്ങൾക്കറിയാവുന്ന കഥകളും പാട്ടുകളും എല്ലാം പറഞ്ഞ് ഭാവകളിയുടെ ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇനിയുള്ള 6 ദിവസം നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് ഏറെ അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. തൊൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപം വള്ളൂരാടൻ കാവുകളിൽ ഞാൻ അല്പം പാവകളി ഒന്ന് ആദ്യ ദിനമായതുകൊണ്ട് തന്നെ, കൂടാതെ അനന്തപുരിയുടെ ഈ ഒരു വേദിയിൽ അതിന്റെ ചരിത്രവും ഐതിഹ്യവും പറയാതെ പോവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റ് ഈ കലാരൂപത്തോട് ചെയ്യുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് അല്പം ഈ കലാരൂപത്തെ കുറിച്ചൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചെറിയ നേരങ്ങൾ എടുത്തുകൊണ്ട് മാത്രമാണ് വിവരിക്കുന്നത്. എന്തുകൊണ്ടാണ് തോൽപ്പാവക്കൂത്ത് ലോകത്തിന് മുന്നിൽ വളരെയധികം വിദേശികൾക്കും സ്വദേശികൾക്കും പാവകളി പഠനക്കാർക്കുമെല്ലാം വളരെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന് എല്ലായിടത്തും പാവകളിയുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ഒരു പാവകളിക്ക് ഒരു വേദി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഈ കാണുന്ന കൂത്തുമാടം എന്ന് പറയുന്ന പാവകളിക്കൊരു വേദി, പപ്പറ്റ് പ്ലേ ഹൗസ് എന്നാണ് ഇതിനെ പുറകെ പറയുന്നത്. കൂത്ത് എന്ന് പറഞ്ഞാൽ കളി, മാടം ഹൗസ്, പപ്പറ്റ് പ്ലേ ഹൗസ്. ഈ കാണുന്ന പെർമനന്റ് പപ്പറ്റ് തിയേറ്റർ ലോകത്തിലെ പാവകളിക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും വള്ളൂനാടൻ കാവുകളി ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് 42 അടി നീളം, 12 അടി ഉയരം, 8 അടി വീതിയിലുമുള്ള 85ഓളം കാവുകളിൽ ഈ കൂത്തുമാടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആചാര അനുഷ്ഠാനത്തിന് ഇത് വളരെയധികം സ്വീകാര്യത ലഭിക്കുന്നത്. ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വള്ളൂനാടൻ ദേവീക്ഷേത്രങ്ങളിൽ 7, 14, 21, 41, 71 ദിവസങ്ങളിലായി രാത്രി 10 മണി മുതൽ പുലർച്ചെ 5 മണി വരെയൊക്കെ നടത്തി വരുന്ന ഒരു ദൃശ്യ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. രാമായണ കഥയെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് തോൽപ്പാവക്കൂത്ത് കഥയായി അവതരിപ്പിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ് രാമായണ കഥയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് തോൽപ്പാവക്കൂത്ത് ദേവീക്ഷേത്രങ്ങളിൽ ഭദ്രകാളി കാവുകളിൽ അവതരിപ്പിക്കുവാനുള്ള പ്രധാനമായ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ മിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭദ്രകാളിയും ധാരികൻ എന്ന് പറയുന്ന അസുരനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടക്കുകയുണ്ടായി. ഭദ്രകാളി ധാരികാസുര പദം നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. അങ്ങനെ ധാരികൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹം ചെയ്തുകൊണ്ട് തന്റെ മാർഗത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് സകല ചരാചരങ്ങളും പറഞ്ഞു കേൾക്കുന്നത് രാമരാവണ യുദ്ധത്തെ കുറിച്ചായിരുന്നു. അപ്പൊ ഭദ്രകാളി ദേവിക്ക് വളരെയധികം സങ്കടമായി. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത യുദ്ധത്തെക്കുറിച്ച് ആരും എന്നെ കീർത്തിക്കാത്തത്, എന്നെ ആരും എൻ്റെ യുദ്ധത്തിന് ആരും പ്രശംസിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമെല്ലാമായി ഭദ്രകാളി ദേവി തൻ്റെ പിതാവായ പരമശിവന്റെ അടുത്തിരുന്നു കൊണ്ട് പറയുകയാണ്. തോൽപ്പാവക്കൂത്ത് കലാകാരന്റെ ഭാഷയിലൊക്കെ ഞങ്ങളൊക്കെ പറയുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതിയൊക്കെ വന്നത് ഭദ്രകാളി ദേവിക്കാണ്. എന്തുകൊണ്ട് ഒരു സ്ത്രീ ഒരു വധം ചെയ്തത് കൊണ്ടാണോ ഇത്ര കണ്ട് പ്രാധാന്യം ലഭിക്കാത്തത് എന്ന ചിന്തയോടുകൂടി തന്റെ പിതാവായ പരമശിവന്റെ അടുത്ത് നിന്നുകൊണ്ട് ഭദ്രകാളി ദേവി പറയുകയാണ്, അല്ലയോ പിതാവേ, അതിഘോരമായ യുദ്ധത്തെക്കുറിച്ച്, എന്റെ യുദ്ധത്തെക്കുറിച്ച് ആരും വർണ്ണിക്കുന്നില്ലല്ലോ, എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് രാമരാവണ യുദ്ധത്തെക്കുറിച്ചാണ് എന്ന് പരിഭവം പറഞ്ഞപ്പോൾ, മകളെ, നീ ചെയ്തത് അതിഘോരമായ യുദ്ധം തന്നെയാണ്, അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അപ്പുറത്ത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നടന്നിരിക്കുന്നു, മനുഷ്യനും രാക്ഷസനും തമ്മിലുള്ള പോരാട്ടം നടന്നിരിക്കുന്നു. തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയമാണ് രാമരാവണ യുദ്ധം എന്ന് പറയുകയും. അപ്പൊ ഭദ്രകാളി ദേവിക്ക് വളരെ ആകാംക്ഷയായി, എനിക്ക് ആ യുദ്ധം കാണണമെന്നായി. അപ്പോൾ രാമൻ രാവണനെ ഇതിനകം നിഗ്രഹം ചെയ്തു. വീണ്ടും ഒരു രാവണവധം അസാധ്യമാണ്. പക്ഷേ ഏതൊരു മകളുടെയും ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് ഒരു പിതാവിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ പരമശിവൻ, മകളെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ കർമ്മഭൂമിയായ സുർപ്പാരകം എന്ന് പറയുന്ന ദ്വീപിൽ പോയി വസിക്കൂ, നിനക്ക് ഞാൻ നിഴൽനാടക രൂപത്തിലൂടെ രാമരാവണ യുദ്ധകഥ കാണിച്ചു തരാം എന്ന ഐതിഹ്യ പ്രകാരമാണ് ഇപ്പോഴും വള്ളൂനാടൻ ദേവീക്ഷേത്രങ്ങളിൽ ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായിക്കൊണ്ട് തോൽപ്പാവക്കൂത്ത് ദേവീക്ഷേത്രങ്ങൾ നടത്തി വരുന്നത്.
എന്നൊക്കെ നിങ്ങൾക്ക് പാവക്കൂത്ത് കാണണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 5 വർഷമോ 6 വർഷമോ ഒക്കെ ഇതിന്റെ സ്പോൺസർഷിപ്പ് ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള ഈ കലാരൂപം ഇന്ന് അതിന്റെ ആധുനിക രീതിയിലുള്ള കടമ്പകളിലേക്കെല്ലാം കടന്നിരിക്കുകയാണ്. തോൽപ്പാവക്കൂത്ത് രാമായണൻ കഥയെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് പാരമ്പര്യമായി അവതരിപ്പിച്ചു വന്നതെങ്കിൽ 1979 കാലഘട്ടങ്ങളോടുകൂടി ഈ കലാരൂപം ക്ഷേത്ര മതിൽക്കെട്ടുകളുടെ പുറത്തേക്ക് എത്തുകയും 45ഓളം വിദേശ രാജ്യങ്ങളിൽ തോൽപ്പാവകളി അവതരിപ്പിക്കുകയും ചെയ്ത കലാകുടുംബത്തിലെ പാരമ്പര്യ കലാകുടുംബത്തിലെ 13ാം തലമുറയിൽപ്പെട്ട കലാകാരന്മാരാണ് ഈ വേദിയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. കാലത്തിനനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു അനുഷ്ഠാന ഫോക്ക് കലാരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദൃശ്യ കലാരൂപം കൂടിയാണ് തോൽപ്പാവക്കൂത്ത്. ഞാൻ ഈ കാലത്തിനനുസരിച്ചു കൊണ്ടുള്ള പരിവർത്തനമെല്ലാം പറഞ്ഞത് രാമായണൻ കഥകൾക്ക് പുറമെ മഹാബലി ചരിതം, യേശുദേവന്റെ ജീവചരിത്രം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രം, തോൽപ്പാവക്കൂത്തിലൂടെ ഗാന്ധി ചരിതം, പഞ്ചായന്തരം കഥകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ തലത്തിലുള്ള ബോധവൽക്കരണ നാടകങ്ങളുടെ ഭാഗമായിക്കൊണ്ടുള്ള പഞ്ചായന്തരം കഥകൾ, സമകാല ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ ഒട്ടനവധി കഥാപ്രമേയങ്ങളെല്ലാം തന്നെ ഇന്ന് പാവക്കൂത്തിലൂടെ അവതരിപ്പിച്ചു വരുമ്പോൾ 21ാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്ന നമ്മളുടെ സഞ്ചാര ലോകത്തേക്ക് ഡിജിറ്റൽ കാലഘട്ടം വളരെയധികം കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാവകളും ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. സെൻസറിങ് ടൈപ്പുള്ള പാവകൾ ഇന്ന് നമുക്ക് മുന്നിലെത്തി. അതിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു വേദി കൂടിയാണ് ഈ ഭാരത് ഭവന്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് കേരളീയം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾക്ക് പിറകിൽ കാണുന്ന ഒരു ചെറിയ സ്ക്രീനിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമമായിട്ട് ഒരു കൊച്ചു കൂട്ടുകാരുടെ, അധ്യാപകരുടെയും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെയും എല്ലാം പ്രയത്നത്തിന്റെ ഭാഗമായിക്കൊണ്ട് ലോകത്തിന്റെ തന്നെ അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ലോഗോ സെൻസറിംഗ് ടൈപ്പിലൂടെ പാവക്കൂത്തിന്റെ അതേ സമ്പ്രദായത്തിലൂടെ അതിന്റെ ഒരു ചലനമാണ്. സെൻസറിംഗ് ടൈപ്പിലുള്ള ആദ്യ വേദി കൂടിയാണ് ഈ കലാരൂപത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഈ വേദിയിൽ ഞങ്ങൾ നടത്തുകയാണ്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കുട്ടികളും അധ്യാപകരും, ശ്രീ കൃഷ്ണ മാഷൊക്കെ ഒന്ന് നീച്ചി കമാഷെ, അവരുടെയൊക്കെ ഏകദേശം അവരുടെ വലിയൊരു പ്രയത്നമാണ് ഈ കലാരൂപത്തെ പാവകളുടെ ഒരു അവതരണമെല്ലാം ഇനി വരും കാലങ്ങളിൽ ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ പാവകളുടെ ചലനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നാളെ മുഴുനീളം 6 ദിവസം ഇതിന്റെ എല്ലാ പ്രദർശനവും ഇവിടെ ഉണ്ടായിരിക്കും. വ്യത്യസ്ത രീതിയിലുള്ള പാവകൾ, അതിന്റെ വിപണനമേള തുടങ്ങിയെല്ലാം ഒരിക്കൽ കൂടി ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തോൽപ്പാവക്കൂത്ത് ഈ വേദിയിൽ ഇന്ന് ഞങ്ങൾ പുതിയൊരു പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പാവനാടകമാണ് അവതരിപ്പിക്കുന്നത്. ഈ ലോഗോ എന്ന് പറയുന്ന കേരളത്തിന്റെ IFFKയുടെ ലോഗോ ആണ്. ഈ ലോഗോ ജി അരവിന്ദൻ സാർ എന്ന് പറഞ്ഞ സിനിമാ സംവിധായകൻ 1990 കാലഘട്ടങ്ങളിൽ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പിറകുമായി അദ്ദേഹം പഴയ പാവകളെല്ലാം കാണുകയുണ്ടായി. അതിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയ ആശയമാണ് ഈ കഥാപാത്രത്തെ സ്വീകരിക്കാമെന്നത്. ഈ കഥാപാത്രം എന്ന് പറയുന്നത് രംഗാലക്ഷ്മി എന്ന കഥാപാത്രമാണ്. അതിലുള്ള സന്ദേശം അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഒരു മാസ കാലഘട്ടം ഇവിടെ IFFK നടക്കുകയാണ്. അപ്പം അതിൽ അദ്ദേഹം ഈ കഥാപാത്രത്തെ എടുക്കുവാനുള്ള പ്രധാനമായ കാരണം ഈ കഥാപാത്രം രംഗാലക്ഷ്മി എന്ന കഥാപാത്രമാണ്. ഹനുമാൻ, ആഞ്ജനേയ സ്വാമിയായിട്ടുള്ള ഹനുമാൻ സീതാദേവിയെ കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ലങ്കയ്ക്ക് കാവലായി നിൽക്കുന്ന കാവൽക്കാരിയായിട്ടുള്ള അഷ്ടലക്ഷ്മികളിൽ ഏറ്റവും വിശിഷ്ട ലക്ഷ്മിയായിട്ടുള്ള ആ രംഗാലക്ഷ്മി എന്ന് പറയുന്ന ആ അഷ്ടലക്ഷ്മി കോട്ടയ്ക്ക് കാവലായി നിൽക്കുകയാണ്. അപ്പൊ ഹനുമാനെ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ഹേ ഹനുമാൻ, ഹേ കുരങ്ങി, നിനക്ക് അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സമ്മതം വേണമെന്നായി. അപ്പം ആദ്യമായ ഹനുമാൻ ചാടി അടിക്കുകയാണ്. ആ അടിയേറ്റതോടുകൂടി അവളുടെ പൂർവ്വജന്മ ശാപം മാറി അവൾ ആകാശത്തേക്ക് പോകുന്ന ആ വിശ്വരൂപമാണ്. ഞാനിതാ ശാപമോക്ഷരിയായിരിക്കുന്നു, എല്ലാവരും സൽക്കർമ്മങ്ങൾ ചെയ്യൂ, ഏവർക്കും നല്ലത് വരട്ടെ എന്നതാണ് നമ്മുടെ IFFKയുടെ ലോഗോ. ഏറ്റവും സന്തോഷവതിയായി നൃത്തം ചെയ്തുകൊണ്ട് പോകുന്ന ആകാശത്തേക്ക് പോകുന്ന ആ വിശ്വരൂപമാണ് കേരളത്തിന്റെ IFFK സിനിമയുടെ ലോഗോ. ഈ ലോഗോ സംവിധാനം ചെയ്തിട്ടുള്ള ജി അരവിന്ദൻ സാറും എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരും ഞാനും ചേർന്നുകൊണ്ടാണ് 1990 കാലഘട്ടത്തിലാണ് ആ ലോഗോയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ സന്ദേശം എന്ന് ഞാൻ പറയുകയാണ് ഇവിടെ. അങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ വളരെയധികം സിനിമയുടെ ആദ്യ രൂപം, ആ സിനിമ ഉണ്ടായിട്ടുള്ളത് ഈ തോൽപ്പാവക്കൂത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സിനിമയൊക്കെ IFFKയുടെ ലോഗോവായി തിരഞ്ഞെടുക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ആദ്യ സിനിമയായിട്ടുള്ള രാജ്യത്തിലെ ഭാരതത്തിന്റെ രാജ ഹരിചന്ദ്ര എന്ന് പറയപ്പെടുന്ന സിനിമ
മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് കണ്ടുകൊണ്ട് ദാദാസാഹിബ് ഫാൽക്കെ അദ്ദേഹം അത് കാണുകയും എന്തുകൊണ്ട് കേരളത്തിൽ ഭാരതത്തിൽ സിനിമയ്ക്ക് രൂപം നൽകിക്കൂടാ എന്ന് അദ്ദേഹം ആദ്യം കണ്ട ദി ട്രെയിൻ എന്ന സിനിമ, ആ സിനിമ ഫ്രാൻസിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്, സുമ ഉണ്ടായിക്കൂടാ എന്ന് തോന്നുകയും ആ ആശയപ്രകാരമാണ് രാജാ ഹരിശ്ചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സിനിമ 1913 അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. അപ്പൊ ആ സിനിമയുടെ ആദ്യ രൂപം എന്ന് വിശേഷിപ്പിക്കാം ഈ തോൽപ്പാവക്കൂത്തിനെ. കൂടാതെ എന്താ പറയുക, എനിമേഷന്റെ ആദ്യ രൂപം കൂടിയാണ് ഈ തോൽപ്പാവക്കൂത്ത്. അതുപോലെ ഈ വേദിയിൽ നിന്ന് അഭിമാനകരമായ മറ്റൊരു കഥ കൂടിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം, സാംസ്കാരിക ചരിത്രവും പോരാട്ട ചരിത്രവും ഐതിഹ്യവും നവോത്ഥാന കാലഘട്ടങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു പുതിയൊരു പാവനാടകത്തിന് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറുകയാണ്. കേരള ചരിത്രം തോൽപ്പാവക്കൂത്ത് എന്നൊരു വേദി കൂടി ഈ പാവനാടകത്തിലൂടെ പുതിയൊരു കലാ സംവിധാനത്തിലൂടെ ചെയ്തുകൊണ്ട് കേരളീയം 2023 സംസ്ഥാന സർക്കാരിൻ്റെ പല വിപുലമായ പദ്ധതികളോടൊപ്പം ഈ പുരാണ കലയെയും അതിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാരത് ഭവനും തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക കേന്ദ്രത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് തോൽപ്പാവക്കൂത്ത് ആരംഭിക്കുകയാണ്. ഈ പാവക്കൂത്ത് കാണുവാൻ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സിനിമയുടെ വിഷമാതന സിനിമയിലും ദശാവതാര സിനിമയിലെല്ലാം നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഈ പാവകളുടെ ചലനങ്ങളെല്ലാം ഈ നാടകത്തിന് ശേഷം ഇതിന്റെ പിന്നാപ്പുറങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്കും കളിപ്പിക്കാമെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. കേരള ചരിത്രം തോൽപ്പാവക്കൂത്ത്. കമലത്തിൽ വിളങ്ങും സരസ്വതി സരസ്വതി മലപാദത്തിൽ ഒരു വിചാരി ലോകനായകിയേ. താനായി 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 താനായി
നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടങ്ങളുടെ അധ്യായങ്ങൾ വിരചിച്ച മണ്ണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ ഒട്ടേറെ മഹത് വ്യക്തികൾക്ക് ജന്മമേകിയ പുണ്യഭൂമി. ഇവിടെ പിറന്നവർക്കും പിറക്കാനിരിക്കുന്നവർക്കുമായി സ്നേഹാദരപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു. കൈരളി ദൈവത്തിന്റെ സ്വന്തം നാട്. ഐതിഹ്യ പെരുമയിൽ പരശുരാമൻ മഴുവെറിഞ്ഞു നേടിയ പുണ്യഭൂമി. ഹരിതാപമായ ഈ സ്വപ്നഭൂമിയിൽ ഒരു ജന്മം കൂടി കൊതിക്കാത്തവരായി ആരുമില്ല. കേളികേട്ട കൈരളിയുടെ അകത്തളങ്ങളിലേക്ക് കേരളീയം ചരിത്രത്തിലാദ്യമായി തോൽപ്പാവക്കൂത്തിലൂടെ സംഗീത ശൈലിയിൽ കേരളീയം തോൽപ്പാവക്കൂത്ത്. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ധരണി. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി. ചേര പുരാതന പാവന ചരിതേ, ആര്യകുലോത്കട ഭാഗവ നിരതേ. ചിരപുരാതന പാവന ചരിതേ, ആര്യകുലോത്കട ഭാർഗവ നിരതേ. ദ്രാവിഡ പരിമൃഡ വനിതേ മഹിതേ, ദ്രാവിഡ സംസ്കൃത വംശോജ്വലിതേ. പ്രേമതമാകും പ്രമദവനം താൻ, ശ്യാമള സുന്ദരമെന്നുടെ രാജ്യം. പ്രേമരമാകും പ്രമദവനം താൻ, ശ്യാമള സുന്ദരമിന്നുടെ രാജ്യം. മലയജ സുരഭില മാരുതനേക്കും, മലയാളം കാമാമകരാജ്യം. മലയജ സുരഭില മാരുതനേക്കും, മലയാളം കാമാമകരാജ്യം. മലയാളം കാമാമകരാജ്യം. മലയാളം കാമാമകരാജ്യം. മലനാടും ഇടനാടും തീരപ്രദേശവും ഒത്തിണങ്ങിയ സസ്യശ്യാമളമായ പ്രകൃതി സൗന്ദര്യം മുറ്റി നിൽക്കുന്ന മലയാള നാട്.
സഹ്യപർവ്വതത്തിനും അറബിക്കടലിനുമിടയിലെ പുണ്യസൈകൾ, മഹനീയവും മഹത്തരവുമായ സാംസ്കാരിക ചരിത്രമുറങ്ങുന്ന മണ്ണ്. മലരണിക്കാടുകൾ വിങ്ങി വിങ്ങി മരതകൾ കാന്തിയിൽ മുങ്ങി മുങ്ങി മലരണിക്കാടുകൾ വിങ്ങി വിങ്ങി മരതകൾ കാന്തിയിൽ മുങ്ങി മുങ്ങി കരടും മിഴിയും കവർന്നു വിങ്ങി കരയച്ചോരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്തമരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ പെരുവേറെ പൂമഴയായി പിന്നെ നമ്മുടെ അടിസ്ഥാന സംസ്കാരം കാർഷിക പ്രധാനമാണ്. അധ്വാനത്തിന്റെ ഭാരമിറക്കാൻ നാം പാടിയ പാട്ടുകളിലെല്ലാം കേരള പഴമയുടെ സവിശേഷതകൾ ലയിച്ചു നിൽക്കുന്നു. മണ്ണിൽ മുളച്ച് വിയർപ്പിന്റെ സംസ്കാര പരിമളം പരത്തുന്ന 100ഓളം കൃഷിപ്പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിൽ ലയിച്ചു കിടക്കുന്നു. മനുഷ്യ മനസ്സുകൾ തമ്മിലുണ്ടായ സ്നേഹ സംഗീതത്തിന്റെ സ്വരം നമുക്ക് ഈ പാട്ടുകളിൽ കേൾക്കാം. തന്നാനേ താനാ തന്നാനം താനാ തന്നാനേ താനാ തന്നാനം താനാ തന്നാനേ താനാ തന്നാനം താനാ തന്നാനേ താനാ തന്നാനം താനാ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കാലം പോയായുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയായുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയായുഗത്തിൽ ദയ്യറയ്യം ദയ്യറയ്യം ദയ്യറം ദയ്യറം ദയ്യറയ്യം 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 ദയ്യറം ദയ്യറം ദയ്യറയ്യം ആദിനന്ദം തെയ്യാരാ ആദിനന്ദം തെയ്യാരാ ആദിനന്ദം തെയ്യാരാ ആദിനന്ദം തെയ്യാരാ ആട്ടിക്കൊയ്യടി താളത്ത് കൊയ്യടി താഴെടുക്കണ വെള്ളാളെ ആട്ടിക്കൊയ്യടി താളത്ത് കൊയ്യടി താഴെടുക്കണ വെള്ളാളെ നീട്ടിക്കൊയ്യടി നീളത്ത് കൊയ്യടി നീലത്താമര കണ്ണാളെ നീട്ടിക്കൊയ്യടി നീളത്ത് കൊയ്യടി നീലത്താമര കണ്ണാളെ ആദിനന്ദം തെയ്യാരാ 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 കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ ആദിരൂപങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന മണ്ണ്. ഗ്രാമീണ ജീവിതത്തിന്റെ നൈസർഗിക ഭാവങ്ങൾ മുഴുവൻ ആവാഹിക്കപ്പെട്ട് സങ്കല്പങ്ങളും വാക്കുകളുമായി ഹൃദയമിടിപ്പിന്റെ താളത്തിനൊത്ത് ചുവടുവെക്കുന്ന നാടൻ കലാരൂപങ്ങൾ. നേർച്ചകളും തിറയും തെയ്യവും പൂതവും കൈകോർത്താടുന്ന കൈരട്ടി. പാടി പൊന്നിനതാകിയ തായ്ക്കതിരായി ചേണിൽ ചുടുകിன்றതിൻ ചെവികാൽ മാണി
சரணம் கணவா. இந்த மான் எங்காவது ஓடி ஒழிக்கும் முன்னே அடியாளுக்கு பிடித்து தர வேண்டும் கணவா. തമ്പി ലക്ഷ്മണ ജാനകി നിർബന്ധ രൂപേണ മാനെ പിടിച്ചു തരവേണമെന്ന് വിമാനിച്ചു വന്നാൽ അസ്ത്രം തൊടുക്കും, വിമാനിച്ചു വന്നാൽ പിടിച്ചു വരും. ചിന്തം പർണശാലിയെയും സീതയെയും കാത്തുകൊള്ളുവായി തമ്പി. ஆனந்தமா ஓடி 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 வருகிறதா. பார்வையை இங்க வா மானே, இப்படி வா மானே, இங்க வா, இப்படி வா, இங்க வா, இப்படி வா. ஓ மானை பிடியெடுக்கவில்லை. மானிடத்தில் ஒரு வார்த்தையை சொல்லிக் கொள்கிறேன். போதாதே நீ எங்கும் வந்தாய், உன்னை விரும்பி நான் வந்தேன். சீதா கமல ஸ்ரீதேவி சென்று பிடித்து தாவிந்தார். வாராய் வாராய் மானே நீ மறுபூங்குழலி பதக்கின்றார். சாதார சுர பூனாதி தசையாய் நின்று தடமாய். இங்க வா மானே, இப்படி வா மானே, இங்க வா, இப்படி வா, இங்க வா, இப்படி வா, இங்க வா, இப்படி வா. இந்த மான் பிடிக்கிறது கம்பு சொன்னது பரமார்த்தமாகும். இந்த மான் நமக்கு வேண்டாம். കുണ്ടിടൈ ഇവരും മേഘക്കുഴവിടൈ കുതിക്കും കൂടെ തകരും താങ്കും തീബല തകമൈ താങ്കും ഈ മനസ്സിൽ ആനയുടെ നെടുമാർവൊക്കെ ഏക ബാണം കൊടുത്തു കൊടുക്കേ. അയ്യോ അയ്യോ ആരായി സിഗരേ. மானின் பிறகே என் விதியால் வந்தேன். அரக்கர் மாயத்தால் காணில் என்னை கொல்லுகிறாய். காப்பாயம் வியலக்குவனே. தேனின் மொழியாய் ஜனகனருள் சீதை நீயும் எழுந்தனையோ. காணில் என்னை கொல்லும் நை வந்து என்னை காமாயோ. വാരായി സീതേ, വാരായി ലക്ഷ്മണ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ പരവം വിളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അയ്യയ്യ പരവം വിളിപ്പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം. കാതിൽ പിച്ചളത്തോട കഴുത്തിൽ കനമല പാടും പണ്ടങ്ങൾ. അരുകിലലുക്കൾ ചായക്കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. തലയിലണിഞ്ഞ കരിമ്പൂതം. ചെപ്പിന ചെമ്മടി കുത്തുമൂലകൾ ചെളിയിടയും പൂമാല്യം. അവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പന്മാർ മുഴകൊട്ടോളം. ചെമ്പന്മാർ മുഴകൊട്ടോളം. ചോപ്പുകൾ മീതെ ചാത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട. അയ്യയ്യ അവർ വഞ്ചിത നൃത്തം ചെയ്യും നല്ല മഴ, ചെയ്യും നല്ല മഴ, ചെയ്യും നല്ല മഴ. ധനുമാസത്തിന്റെ കുളിരിൽ പൂത്തുലഞ്ഞ തിരുവാതിരയും മണവാട്ടി സമയത്തിന്റെ ഇശലിൽ വിരിഞ്ഞ വസന്തവും
കളിവിളക്കിന് ചുറ്റും വട്ടത്തിൽ പാടിക്കളിച്ച മാർഗം കളിയും ഈ തിരുമുറ്റത്തിൽ തന്നെയായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലത്തിൽ, കായികാധ്വാനത്തിന്റെ മന്ദസ്മിതത്തിൽ ഈ ഈണവും താളമാധുരിയും ജാതിഭേദമെന്നേ നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം ആദ്യം വിടർന്നത് ഇവിടെയാണ്. വർഗവർണ്ണ ഭേദമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നത്രേ ഇവിടെ. സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവും സമത്വ സുന്ദരവുമായ ഒരു കാലഘട്ടത്തെ നെഞ്ചിലേറ്റി ലാളിക്കുന്ന ഒരു ജനത ഇവിടെ ചരിത്രത്തോടൊപ്പം നിൽക്കുന്നു. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാൻ. മാവേലി
രാജാക്കന്മാരൊക്കെ കവികളെയും കലാകാരന്മാരെയും നിർലോഭം പ്രോത്സാഹിപ്പിച്ച മണ്ണ്, കുചേലനെ കുബേരനാക്കിയ ശാശ്വത സങ്കല്പങ്ങളുടെ വിളനില. ചാതുർവർണ്ണയത്തിന്റെ നാട്ടിൽ അക്ഷരമാകുന്ന അരണിയിലെ അഗ്നി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ജനത വളർന്നതും ഇവിടെ. അറിവിന്റെ ചക്രവാളത്തിലേക്കുള്ള അനന്തമായ പ്രയാണം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയേ. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയേ. നാടുവാഴികളുടെ കിടമത്സരങ്ങളിൽ ഹോമിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് മുമ്പിൽ ജീവിതാവബോധത്തിന്റെ കൈത്തിരിയുമായി തുഞ്ചന്റെ ശാരികയിൽ അജ്ഞതയുടെ ഇരുളിൽ മയങ്ങിയ ഒരു സമൂഹത്തിന്റെ അബോധ തൃഷ്ണാ ശമനത്തിനായി എഴുത്തച്ഛൻ പാടിയപ്പോൾ ആത്മീയവും ശാരീരികവും മാനസികവുമായ തളർച്ചയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നാം മോചിതരായി. സകല ശുകകുല വിമല തിലകിത കളേവരേ. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം. ജലപ്രഭുക്കളുടെ പൊങ്ങച്ചങ്ങളുടെ അധികാരമതത്തിന്റെ കെടുതികളെ, പടയോട്ടങ്ങളുടെ നശീകരണങ്ങളെ കൊട്ടാരക്കെട്ടിലും പുറത്തും പരിഹാസത്തിന്റെ ചാട്ടവാറാക്കി മാറ്റിയ തീക്ഷ്ണമായ നയനങ്ങളുമായി പിറന്ന കലക്കത്തു കുഞ്ചന്റെ കളിയരങ്ങ്. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാം
അതീശവർഗത്തിന്റെ കലയായി പിറന്ന കഥകൾ ഊണും കഴിഞ്ഞ് മുറുക്കി തുപ്പി വെടി പറഞ്ഞ നിമിഷങ്ങളിൽ സമ്പന്നന്റെ വിനോദോപാധിയായി മാറിയ ഈ കല മുദ്രാഭാവാഭിനയം കൊണ്ട് അരങ്ങുവിട്ട് ജനകീയമായി. കൈരളിയുടെ പ്രശസ്തി ലോകമെമ്പാടും എത്തിച്ചു. കായലും തോടും കാർഷിക സമ്പദ് വ്യവസ്ഥയും ഉരുത്തിട്ട വള്ളംകളികൾ, നദീപ്രവാഹം പോലെ ഗതിമാറുന്ന സമൂഹത്തിന്റെ ശാരീരിക ചലനങ്ങളിൽ താളവും ഈണവും കൊടുത്തു മുന്നേറുന്ന കേരളീയ മനസ്സുകൾ. വീരാപദാനങ്ങൾ കേട്ടുവളർന്ന മണ്ണ്, മരണം മധുരതരമാക്കിയ അംഗപ്പുറപ്പാടുകളുടെയും ചാവേറുകളുടെയും മാമാങ്കം നടന്ന പുണ്യഭൂമി, ആയോധന ചരിത്രത്തിന്റെ അഗ്നി പരീക്ഷയിൽ തെളിയുന്ന നിരവധി സ്ത്രീ പുരുഷ രൂപങ്ങൾ, വൈദേശികാധിപത്യത്തിനു നേരെ പൊരുതിയ ഒട്ടേറെ ധീരദേശാഭിമാനികൾ. അച്ഛന്റെ തീമൊഴി, അമ്മയുടെ തേൻമൊഴി, ആരും മറ്റേ കൊണ്ടേ തിരുമൊഴി. അച്ഛന്റെ തീമൊഴി, അമ്മയുടെ തേൻമൊഴി, ആരും മറ്റേ കൊണ്ടേ തിരുമൊഴി. അച്ഛന്റെ ഊർമിമൊഴി, ചെറുവന്റെ കനൽമൊഴി, പഴശ്ശിപ്പെരും പടക്കോടി നിറമൊഴി.
പട്ടിണി കിടന്നും സ്വന്തം മേലാളന് വിയർപ്പിന്റെ ഉപ്പ് നൽകിയവരുടെ മണ്ണ്. തലകൊയ്തറിഞ്ഞ ഫ്യൂഡലിസത്തിന്റെ കാഴ്ചപ്പുറങ്ങളിൽ കൊന്നും വെന്നും പുലർന്ന ദിനരാത്രങ്ങൾ. കർഷകന്റെ ആത്മവീര്യമുണർന്ന സമരഘോഷങ്ങളുടെ നാൾവഴികൾ. പ്രതികാരം ചെയ്യാതടങ്ങും പതിവരെ നിങ്ങൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങും പതിവരെ നിങ്ങൾ യുഗധർമ്മ പ്രവാചകന്മാരുടെ പാദസ്പർശത്താൽ പുളകം കൊണ്ട നാട്. സ്വന്തം സമുദായങ്ങളിലെ ജീർണതകൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരവുമായെത്തിയ ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യർ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അങ്ങനെ എത്രയെത്ര നാമങ്ങൾ. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരിതാശുനീ, ഉമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരേ അമ്പരൻ നോദിനാ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലൊന്നും ജാതി മറന്നിതോ. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി
തിളച്ച ചോര ഞരമ്പുകളിലേക്ക് ആവാഹിച്ച മർത്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ ചക്രവാളം വളരെ വിശാലമായിരുന്നു. ഒരൊറ്റ മെയ്യും മനസ്സുമായി ബ്രിട്ടീഷ് പടയ്ക്ക് നേരെ പോരാടിയ ഭീതിതമായ ദിനരാത്രങ്ങളിലൊന്നിൽ എണ്ണമറ്റവരുടെ ജീവത്യാഗത്താൽ നാം സ്വതന്ത്രരായി. മാനവ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഗാഥ പാടി കച്ചവടത്തിന് വന്ന വിദേശിക്കും കൊള്ളയ്ക്ക് തോക്കുമായി വന്ന അന്യനും സർവം തുറന്നിട്ട് ക്ഷണിച്ച നമ്മുടെ പ്രിയഭൂമിയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും കൈകോർത്തു പാടുന്ന സ്വരം ഏകത്വത്തിൻ്റെതാണ്. ഉണർന്നു വരുന്ന വിഭാഗീയതയ്ക്കും വിധേയത്വത്തിനും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ആത്മവീര്യവുമായി മതസൗഹാർദ്ദത്തിന്റെ മന്ത്രവുമായി ഒരു ചുവടുകൂടി നാം മുന്നോട്ട്. ശശിബിംബം
ഏറ്റുവാങ്ങിയ ഈ കൈത്തിരികൾ, മാനവ സ്നേഹഗാഥയുടെ ഈ അണയാത്ത പന്തങ്ങൾ, സാമൂഹിക നവോത്ഥാനത്തിന്റെ മണൽത്തരികളിൽ നിന്ന് പകർന്നെടുത്ത ഊർജവുമായി നാം ഏറ്റുവാങ്ങുന്നു. മനസ്സിൽ ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രതിജ്ഞയുമായി, ഒരു ശക്തിക്കും തളയ്ക്കാൻ കഴിയാത്ത, തകർക്കാൻ പറ്റാത്ത ആത്മവീര്യത്തോടെ നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ഒരാവൃത്തി കൂടി മൺമറഞ്ഞവരുടെ ഹൃദയനാളം സാക്ഷിയാക്കി നമുക്ക് പുതുക്കാം. എല്ലാ കോട്ടകുത്തളങ്ങളും പുരാവസ്തുവാണ്. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹകളിലൂടെ ഒളിച്ചു. ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കേരളീയം തോൽപ്പാവക്കൂത്ത് ഇത് ഇവിടെ സമാപിക്കുന്നു. അവതരണം തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം, ഷൊർണൂർ. ഇവിടെ പൂർണ്ണമാകുന്നു.
ഇത് കൂടിയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇത്തരത്തിലുള്ള കേരളീയ കലകളെയും നവോത്ഥാന നായകന്മാരെയും ആദിശങ്കരാചാര്യരെയും കുമാരനാശാനെയും തുടങ്ങിയ കഥാപാത്രങ്ങളെയൊക്കെ തോൽപ്പാവക്കൂത്തിലേക്ക് അതിൻ്റെ ശൈലി സമ്പ്രദായ പ്രകാരമെല്ലാം തന്നെ നിർമ്മാണം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം വിവിധ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും നേടി തോൽപ്പാവകളിയെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന കലാകുടുംബത്തിലെ 13ാം തലമുറയിൽപ്പെട്ട കലാകാരന്മാരാണ് ഈ വേദിയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ശ്രീ അഭിനവ്, വിജയ് കൃഷ്ണൻ, വിഘ്നേഷ്, രാജീവ് പുലവർ, തോൽപ്പാവക്കൂത്തിലെ യുവ കലാകാരനായി വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രീ ഇഷാൻ കൃഷ്ണൻ. തോൽപ്പാവക്കൂത്ത് കലാരംഗത്ത് സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെയാണ് പറയാം. പക്ഷേ 2021 കഴിഞ്ഞൊരു വർഷക്കാലം മുന്നേ തോൽപ്പാവക്കൂത്തിൻ്റെ പാരമ്പര്യ ശൈലിയിലേക്ക് മാറ്റം വരുത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണ നാടകവുമെല്ലാമായി തോൽപ്പാവക്കൂത്തിലെ പെൺപാവക്കൂത്ത് എന്ന നാടകത്തിന് സംവിധായകയായിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പാവകളി സംഘം കൂടി അറിയപ്പെടുന്ന ശ്രീ പാവകളിക്കാരിയായ ശ്രീ രാജലക്ഷ്മി, പ്രശോഭ്, വേദ, മനോജ്, ആദർശ് എന്നീ കലാകാരന്മാർക്കൊപ്പം ഈ മനോഹരമായ പാവകൾക്ക് രൂപകൽപ്പനയും ഛായങ്ങളും കൊടുക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ്. സാധാരണ തോൽപ്പാവകളി സമ്പ്രദായത്തിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ നാടക സമ്പ്രദായത്തിൽ നിന്നും പാവക്കൂത്തിൻ്റെ ശൈലിക്ക് എത്തുമ്പോൾ അതിൻ്റെ നിർമ്മാണങ്ങളും എല്ലാം വ്യത്യസ്ത രീതിയിലാണ്. അതിനുവേണ്ടി മനോഹരമായ രീതിയിൽ ഇതിനെ പാവകൾക്ക് ചിത്രങ്ങൾ വരച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഇതിൻ്റെ ഛായങ്ങളെല്ലാം കൊടുക്കാൻ കൂടിയ കലാകാരന്മാർ കൂടിയായ ശ്രീ വിജേഷ്, ശ്രീ വിനീത് എന്നീ കലാകാരന്മാരും ഇവിടെ രംഗത്തുണ്ട്. അവർ പകൽ മുഴുവൻ ഈ വേദിയിൽ തന്നെ നിങ്ങൾക്കൊപ്പം പാവ നിർമ്മാണങ്ങളും മറ്റുള്ള പരിപാടികളുമായി ഒപ്പം വേദിയിൽ കൂടുന്നതാണ്. അതോടൊപ്പം ഈ വേദിയിലേക്ക് ഏറ്റവും 45ഓളം വിദേശ രാജ്യങ്ങളിൽ പാവകളി അവതരിപ്പിക്കുകയും പാവകളിയുടെ നൂതനമായ രീതിയിലെല്ലാം പരീക്ഷിക്കുകയും ചെയ്ത് ഇതിൻ്റെ കുലപതിയും 2021 ഭാരത സർക്കാർ ആദ്യമായിട്ട് അന്യം നിന്ന് പോയി ഫൂക്ക് അനുഷ്ഠാന കലാരൂപത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത് പത്മശ്രീ രാമചന്ദ്രൻ പുലവരും സംഘവുമാണ് ഈ വേദിയിൽ കൂടുതൽ പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഒരിക്കൽ കൂടി വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ സംഘാടന മികവോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകം ആവിഷ്കരിച്ച ഈ കേരളീയം പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഭാരത് ഭവനും തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക കേന്ദ്രത്തിനും ഒരിക്കൽ കൂടി ഇതിന് മനോഹരമായ സംഘാടന മികവോടുകൂടി ഞങ്ങളോടൊപ്പം അകവും മിഴിയും എല്ലാം മറന്നുകൊണ്ട് ഒപ്പം തോളോട് തോൾ ചേർന്ന് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പ്രസാദ്, ഇതിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മീശമാധവൻ സിനിമയിലെയും ദശാവതാര സിനിമകളുടെ പാവകളും കേരളത്തിൻ്റെ തനത് ആചാര കലാരൂപങ്ങളായ കഥകളെയും പൂതനം നിറയും എല്ലാം നിഴൽപ്പാവകളോടെ എങ്ങനെ ചലിക്കുന്നത് കാണുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് സാധനം ക്ഷണിച്ചുകൊണ്ട് അതോടൊപ്പം നാളെയും രാമായണം, ഗാന്ധിചരിതം, പഞ്ചതന്ത്രം കഥകൾ, വ്യത്യസ്തമായ കഥകളെല്ലാം പാവനാടകത്തോട് അവതരിപ്പിക്കുന്നുണ്ട്. അത് കാണുവാൻ നിങ്ങൾ എല്ലാവരും ഈ ഒരു കലാരൂപത്തിനെ ഒപ്പം കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഇതിന്റെ പുറകിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.